നിങ്ങൾ ബാർ ലൈസൻസ് കൊടുക്കുകയോ ബാറുകളുടെ എണ്ണം കൂട്ടുകയോ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറുകളല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഓക്കെ, അതിൽ നയപരമായ വ്യത്യാസമൊക്കെ വന്നു. നിങ്ങൾ ബാറുകളുടെ എണ്ണം താങ്കൾ തന്നെ പറഞ്ഞു 801 180 അപേക്ഷകൾ ഇനി പരിഗണിക്കാൻ കിടക്കുന്നു. നേരത്തെ പറഞ്ഞു വെച്ചതാണ്. ടൂറിസം വകുപ്പ് ഡയറക്ടർ വിളിച്ച യോഗത്തിലെ മെയിലിൽ കൃത്യമായി അടിവത്ത അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് മദ്യനയം പുനഃപരിശോധിക്കുന്നതാണ്, മദ്യനയം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിനുശേഷമാണ് ബാർ മുതലാളിമാരുടെ ഒരു യോഗം കൊച്ചിയിൽ ചേരുന്നത്. അതായത് ടൂറിസം വകുപ്പ് ഡയറക്ടർ ഓൺലൈനായി വിളിച്ച യോഗത്തിന് ശേഷമാണ് ബാർ മുതലാളിമാരുടെ യോഗം കൊച്ചിയിൽ ചേരുന്നത്. അതിനുശേഷമാണ് നേരത്തെ വന്ന അനുമോൻ, ഇടുക്കി ജില്ലാ ബാർ അസോസിയേഷൻ്റെ ഓണേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രതിനിധിയായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അനുമോൻ്റെ ശബ്ദ സംഭാഷണം പുറത്തു വരുന്നത്. അവിടെയാണ് ഇതിൻ്റെ ദുരൂഹത ആദ്യം തുടങ്ങുന്നത്. രണ്ട്, എക്സൈസ് വകുപ്പാണോ ടൂറിസം വകുപ്പാണോ മദ്യനയം സംബന്ധിച്ച കാര്യത്തിൽ ഒരു യോഗം വിളിക്കേണ്ടത്? മദ്യനയം സംബന്ധിച്ച കാര്യത്തിൽ യോഗം വിളിക്കേണ്ടത് എക്സൈസ് ടൂറിസം ഒന്നുമല്ല. ആദ്യം ഗവൺമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വകുപ്പാണ് ടൂറിസം. ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊരു നയം ഗവൺമെന്റ് ഉണ്ടാക്കുമ്പോഴും അനുബന്ധ വകുപ്പുകളിൽ നിന്നൊക്കെ അഭിപ്രായം ആരായി, അല്ല ഒരു വകുപ്പ് മാത്രമായിട്ടല്ല ചെയ്യുന്നത്. അതിനകത്ത് അനുബന്ധ വകുപ്പുകൾ ഉണ്ടാവും. ആ വകുപ്പ് തൊഴിൽ നയമാണെങ്കിൽ തൊഴിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാത്രമല്ല വ്യവസായ വകുപ്പിൽ നിന്ന് സ്വീകരിക്കും. കാര്യം അത് തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അവരിൽ നിന്നല്ല ഇതുമായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അത് ക്രോഡീകരിച്ചാണ് ഒടുവിൽ ക്യാബിനറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ്. LDF പോലും നടക്കാത്തൊരു ചർച്ച എങ്ങനെ ഉദ്യോഗസ്ഥർ നടത്തിയെന്ന് പറയും? അങ്ങനെ ഒരു അജണ്ട സർക്കാരിനില്ല എങ്കിൽ, അല്ലെങ്കിൽ മുന്നണിക്കില്ലെങ്കിൽ, പാർട്ടിക്കില്ലെങ്കിൽ എങ്ങനെയാണ് ഉദ്യോഗസ്ഥർക്ക് ആ വിഷയത്തിലേക്ക് ചർച്ചയിലേക്ക് കടക്കാൻ വരിക? അങ്ങനെ ചർച്ച നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പണപ്പിരിവെന്ന് ആരോപിച്ചാൽ അതിനെ എങ്ങനെ തെറ്റെന്ന് പറയാൻ സാധിക്കും ശ്രീ ബലദേവ്? സർക്കാരിന് അജണ്ട ഇല്ലെന്ന് ആര് പറഞ്ഞു? ഞങ്ങളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ തന്നെ മദ്യനയം എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും പറയുന്നത് അങ്ങനെ അറിഞ്ഞിട്ടേ ഇല്ലെന്നാണല്ലോ. അല്ല, അത് ഈ ITDC നടത്തിയ ചർച്ച അറിഞ്ഞില്ലെന്നാണ് അവർ പറഞ്ഞത്. ടൂറിസം വകുപ്പ് സെക്രട്ടറി അയച്ച മെയിൽ പ്രകാരം നടക്കുന്ന യോഗം ടൂറിസം വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല എങ്കിൽ, എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട ആലോചന നടക്കുന്ന എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ലെന്ന് എങ്ങനെയാണ് ശ്രീ ബലദേവ് വിശ്വസിക്കാൻ കഴിയും? ശരി, താങ്കളിലേക്ക് എത്താം. അതിന് എക്സൈസ് മന്ത്രി ഒരിക്കലും അത് അറിയണമെന്നില്ല. കാര്യം ടൂറിസം വകുപ്പിൽ നടക്കുന്ന എക്സൈസ് മന്ത്രിയായിട്ട് ആലോചിക്കണ്ട. പിന്നെ ടൂറിസം മന്ത്രി അറിഞ്ഞില്ല എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല എന്നാണ്. അപ്പം അതിന് ഗവൺമെന്റിന്റെ നിർദ്ദേശം വേണ്ട. ഒരു ഗവൺമെന്റ് പോളിസികൾ തയ്യാറാക്കുമ്പോൾ അതിന് അനുബന്ധ വകുപ്പുകൾക്ക് അവർ നേരത്തെ അഭിപ്രായങ്ങൾ കൊടുക്കാം. അഭിപ്രായം നടപ്പിലാക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ക്യാബിനറ്റും ഗവൺമെന്റുമാണ്. ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു കമ്മിറ്റി വിളിച്ചു എന്നുള്ള രേഖകൾ പുറത്തു വന്നു. ആ കമ്മിറ്റിയിൽ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും അതുപോലെ തന്നെ IT മേഖലകളിൽ ടൂറിസ്റ്റ് സെന്ററുകൾ ഇത് കൊടുക്കുന്നതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്തു. അവർ ചർച്ച ചെയ്യുക മാത്രമാണ് ചെയ്തത്. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. അത് മന്ത്രി അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. മന്ത്രി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണ്. പിന്നെ ഒരു ശബ്ദ സന്ദേശം. ഈ ശബ്ദ സന്ദേശം പണ്ട് നേരത്തെയും വന്നതാണ്. 2014 ഇദ്ദേഹത്തിന്റെ തന്നെ ആയിരുന്നു ശബ്ദ സന്ദേശം. ഈ ശബ്ദ സന്ദേശത്തിൽ എന്താ പറയുന്നത്? അതിനകത്ത് നമുക്ക് ഗവൺമെന്റിന് അബ്കാരി നയം മാറ്റുന്നതിന് വേണ്ടി പണം കൊടുക്കണമെന്നൊന്നും ഒരു വാചകമൊന്നും അതിനകത്തില്ല. 2.5 ലക്ഷം രൂപ വെച്ച് പിരിക്കണം, കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, നമുക്ക് വേണ്ടത് ലഭിക്കും. ഇതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. താങ്കളത് പൂർണ്ണമായിട്ട് കേട്ടില്ലെന്നാണ് തോന്നുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഡ്രൈ ഡേയുടെ കാര്യത്തിൽ, സമയപരിധിയുടെ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും എന്ന ശബ്ദസംഭാഷണത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിനകത്ത് 3 മാസങ്ങൾക്ക് മുമ്പ് ഇതേ അബ്കാരിമാരുടെ ഒരു യോഗം നടത്തുകയാണ്. നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളെക്കാൾ നല്ലതുപോലെ മാധ്യമങ്ങൾ കിട്ടും. അവിടെ ഒരു വലിയ തർക്കം ഉണ്ടായി. ആ തർക്കം എന്തായിരുന്നു? അതൊരു കയ്യാങ്കളി വരെ എത്തി എന്നാണ് പറയുന്നത്. കാര്യം എന്തായിരുന്നു? ഇവര് ഇതുപോലെ ഗവൺമെന്റിനും രാഷ്ട്രീയ പാർട്ടികൾക്കല്ല, ഗവൺമെന്റ് അല്ല, UDFനും LDFനും മറ്റു പാർട്ടികൾക്കും എല്ലാം സംഭാവന കൊടുക്കണമെന്നും പറഞ്ഞ് കേരളത്തിലുള്ള ഇപ്പോൾ പ്രവർത്തിക്കുന്ന 801 ബാറുകളുടെ ഇന്ന് പണം പിരിച്ചുവെന്നും ഈ പിരിച്ച പണം കൊടുത്തില്ല എന്നും ബന്ധപ്പെട്ടവരാരൊക്കെ ഈ പണം അടിച്ചു മാറ്റിയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ തർക്കം ഉണ്ടായി. അപ്പോൾ ഒരുപക്ഷെ ഇതിനകത്ത് അങ്ങനെ ഈ ഗവൺമെന്റിന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ബിജു രമേശ് പറഞ്ഞ അതേ ആരോപണത്തിന്റെ രീതിയിൽ KM മാണിക്ക് കൊടുക്കാൻ 1 കോടി രൂപ വെച്ചാണ് 712 ബാറിൽ നിന്ന് 712 കോടി രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇവിടെ 2.5 ലക്ഷം രൂപ വെച്ചാണ്. അപ്പോൾ ഈ 2.5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ ആവശ്യപ്പെടാതെ ഇവർക്ക് തന്നെ ഈ നടന്ന സംഘർഷം 2-3 മാസത്തിന് മുമ്പ് ഇവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇവർ തമ്മിൽ ചീത്തവിളി, ഇറങ്ങിപ്പോക്കും ഒക്കെ നടന്നു. അപ്പോൾ അതിനകത്ത് എന്താ ആധികാരികത? ഗവൺമെന്റ് വല്ല അല്ലെങ്കിൽ മന്ത്രിമാര് പറഞ്ഞിട്ടാണ് ഈ പൈസ പിരിക്കുന്നത്. മന്ത്രിമാരൊന്നും എന്തായാലും നിങ്ങൾ 2 ലക്ഷം കൊണ്ടോ 3 ലക്ഷം കൊണ്ടോ എന്നൊന്നും മന്ത്രിമാരൊന്നും വിളിച്ചൊന്നും അബ്കാരി മിനിസ്റ്ററും മറ്റു മന്ത്രി വന്ന് വിളിച്ചവരോട് പറയത്തൊന്നുമില്ല. അങ്ങനെ അതിന് പറയേണ്ട കാര്യവുമില്ല. അത് ഈ പറഞ്ഞ 801 ബാറിൽ വിളിച്ചാൽ 20 കോടി രൂപ. അത് വെറും തെറ്റായ ഒരു കാര്യമാണ്. ആ ശബ്ദ സന്ദേശവും ഇടതുപക്ഷ മുന്നണിയും ഗവൺമെന്റ് തീരുമാനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഗവൺമെന്റിന്റെ അബ്കാരി നയമുണ്ട്. അബ്കാരി നയം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അബ്കാരി നയമുണ്ട്. ആ അബ്കാരി നയത്തിൽ ഇനിയിപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് ഡ്രൈ ഡേ പിൻവലിക്കുക, ഒപ്പം ബാറിന്റെ സമയപരിധി കൂട്ടുക എന്നതൊക്കെയാണ് ചർച്ച. അതുകൂടെ ഔദ്യോഗികമായി വന്നാൽ ആ ആരോപണങ്ങളൊക്കെ പിന്നെ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും ശ്രീ ബലദേവ്?